തൃശൂർ പൂരത്തിന് എഴുന്നള്ളിക്കുന്ന മുഴുവൻ ആനകളുടെയും പട്ടികയും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും സമർപ്പിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. 16-ാം തീയതി റിപ്പോർട്ട് സമർപ്പിക്കാൻ വനം വകുപ്പിനാണ് നിർദ്ദേശം നൽകിയത്. ആരോഗ്യ പ്രശ്നങ്ങളും മതപ്പാടുമുള്ള ആനകളെ പൂരത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ എഴുന്നള്ളിക്കുന്ന കാര്യത്തിൽ 17-ന് തീരുമാനമാകും. തൃശൂർ പൂരത്തിന് ദിവസങ്ങൾ ശേഷിക്കെയാണ് എഴുന്നള്ളിക്കുന്ന മുഴുവൻ ആനകളുടെയും പട്ടികയും ഫിറ്റ്നസും സമർപ്പിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടത്. 16-ാം തീയതി വനംവകുപ്പ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കണം. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ എഴുന്നള്ളിക്കുന്ന കാര്യത്തിൽ 17-ന് ഹൈക്കോടതി തീരുമാനമെടുക്കും. മതപ്പാടുള്ളതോ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതോ ആയ ആനകളെ പൂരത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ലെന്നും കോടതി വ്യക്തമാക്കി. ഡോക്ടർമാർക്ക് പുറമെ കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറിയും ആനകളെ പരിശോധിക്കണം. ഉത്സവകാലത്ത് ആനകളെ എഴുന്നള്ളിക്കുന്ന കാര്യത്തിൽ നേരത്തെ വനം വകുപ്പ് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ഹൈക്കോടതി ഇടക്കാല ഉത്തരവിലൂടെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആനകളുടെ 50 മീറ്റർ ചുറ്റളവിൽ തീവെട്ടി, മേളം, പടക്കം പൊട്ടിക്കൽ എന്നിവ പാടില്ല. 3 മീറ്റർ പരിധിയിൽ ജനങ്ങളെ കടത്തിവിടരുത്. ആനകൾക്ക് ചുറ്റും പോലീസും വോളണ്ടിയർമാരും സംരക്ഷണം ഒരുക്കണം. ചൂട് കുറയ്ക്കുന്നതിനായി നിശ്ചിത ഇടവേളകളിൽ ആനകൾക്ക് വെള്ളം നനച്ചുകൊടുക്കണം. ഉത്സവാഘോഷങ്ങൾക്ക് കുറഞ്ഞത് 12 മണിക്കൂർ മുൻപ് ഡോക്ടർമാർ ആനകളെ പരിശോധിച്ച് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകണം. ഒരുപക്ഷെ ആന ഇടഞ്ഞാൽ ലോഹത്തോട്ട് ഉൾപ്പെടെ ഉപയോഗിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്ററുടെ ഉത്തരവിൽ നിർദ്ദേശമായുണ്ട്. ഈ ഉത്തരവ് കർശനമായി പാലിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ജനം, കൊച്ചി.